നമ്മുടെ രണ്ട് അയൽ സംസ്ഥാനങ്ങൾ വളരെ തന്ത്രപ്രധാനമായ വളരെ വിപ്ലവകരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വരും തലമുറയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ സ്മാർട്ട് ഫോണിനും ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും അടിമകളായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് തീരുമാനങ്ങളാണ്. ഒന്ന് ആന്ധ്രയും ഒന്ന് കർണാടകയും. ആന്ധ്രയും കർണാടകയും ബജറ്റ് സമ്മേളനങ്ങളിൽ അതാത് മുഖ്യമന്ത്രിമാരാണ് ഈ കൊച്ചു കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിലുള്ള നിയന്ത്രണം പ്രഖ്യാപിച്ചത്. ഒന്ന് കർണാടകയിലെ സിദ്ധരാമയ്യ, അത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിയന്ത്രണം പാടില്ല. ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ 13നും 16നും ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരുന്ന എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ ഹൈടെക് മുഖ്യമന്ത്രി ആയിരിക്കും ചന്ദ്രബാബു നായിഡു. കാരണം അദ്ദേഹം പണ്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ തന്നെ അന്ന് ഈ കമ്പ്യൂട്ടർ രംഗത്ത് ഇത്രയും വ്യാപകമല്ലാത്ത കാലത്ത് പോലും അദ്ദേഹം അതെല്ലാം ഉപയോഗിക്കുകയും അതിൻ്റെ സംവിധാനങ്ങൾ പരമാവധി അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയും ഹൈദരാബാദിൽ വലിയ സൈബർ സിറ്റിയൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പ്രിയ പ്രേക്ഷകർ അറിയണം, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് സ്മാർട്ട് ഫോൺ. മൊബൈൽ എടുത്താൽ കൊടുക്കും. നേരത്തെ ടെലിവിഷൻ ആയിരുന്നു. അതായത് കുഞ്ഞുങ്ങൾ, അതായത് 1 വയസ്സ് പോലും ഇല്ല തികയാത്ത കുട്ടികളെ കൊണ്ട് ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിൽ കിടത്തി കുഞ്ഞുങ്ങളെ ഇതിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കാർട്ടൂൺ പരമ്പരകൾ വന്നപ്പോൾ പിന്നെ കുട്ടികൾ ഫുൾ ടൈം ഇതിൻ്റെ മുന്നിലായി. അതെ, ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരു കൊച്ചു കുഞ്ഞിനെ അടക്കിയിരുത്താൻ അവർ കൊടുക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്. ചിലയിടങ്ങളിൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില വീടുകളിൽ ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് സിമ്പലായിട്ട് മാറി. ഞാൻ ഈയിടയ്ക്ക് വഴി നടന്നു വരുമ്പോൾ ഒരു ബൈക്കിൽ ഒരു അച്ഛനും മോനും ആയിരിക്കും ഒരു കൊച്ചുകുട്ടി പോകുന്നുണ്ട്. അച്ഛൻ്റെ ബുള്ളറ്റാണ്, അയാൾ നല്ല സ്പീഡിന് ഓടിക്കുന്നുണ്ട്. ഈ പുറകെ ഇരിക്കുന്ന ഈ കൊച്ചുകുട്ടി കൂടി ഇപ്പോൾ 5 വയസ്സോ മറ്റോ വരുവാ, 5-6 വയസ്സ് വരുമായിരിക്കും. ഈ കുട്ടി 2 കൈയും വിട്ട് ഈ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ. ബൈപ്പാസിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട റോഡുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ബ്രേക്ക് ചെയ്താലേ കുട്ടി തെരച്ചങ്ങ് പോകും. കാരണം കുട്ടിക്ക് ഒരിടത്തും പിടിച്ചിട്ടില്ല. കുട്ടി അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊന്ന് ഈ കുറിച്ച് പുറകരുത് ചെയ്യുന്നു. ആരോട് പറയാനെന്നുള്ള വലിയ അപകടകരമായ കാര്യങ്ങളാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിലെ ഈ ഫോൺ എടുക്കുന്നതിൻ്റെ അപകടം ഈ മാതാപിതാക്കൾക്ക് തിരിച്ചറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റാറ്റസ് സിമ്പലായിട്ടാണ് പല മാതാപിതാക്കളും കാണുന്നത്. എൻ്റെ കുഞ്ഞ് മൊബൈൽ ഫോണിൽ അഗ്രഗണ്യനാണെന്ന് 10 പേരോട് പറയും. മാത്രമല്ല ചില വീടുകളിൽ ചില ശ്രദ്ധയുണ്ട്. എന്തെങ്കിലും നമ്മൾ പിന്നെ വാട്സപ്പ് വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മോനെ വാ, എനിക്കൊന്നും അറിയില്ല കേട്ടോ, നീ ഒന്ന് കാണിച്ചു വിടും. 5 ദിവസമുള്ള കൊച്ചു വന്ന് നമ്മളെ ഇതെല്ലാം കാണിച്ച് അവൻ്റെ മിടുക്ക് കാണിക്കും. ടെക്നിക്കലി അവരങ്ങ് പെർഫെക്ഷനായി. മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിലുള്ള സകല ആപ്പുകളും സകല സൈറ്റുകളും എല്ലാം നോക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. ഏറ്റവും കൂടുതൽ ഇവർ തുനിയുന്നത് ഗെയിമുകളിലേക്ക്. ഗെയിമുകൾ 2 തരത്തിലുള്ളത് നിലവിൽ. ചിലത് ജീവൻ വെച്ച് കളിക്കുന്ന ഗെയിമുകൾ, ചില ഗെയിമുകൾ കുഞ്ഞുങ്ങളുടെ ആ ഒരു ലേസിനെസ്, അലസത വർദ്ധിപ്പിക്കുന്ന ഗെയിമുകളാണ്. ചില ഗെയിമുകൾ കുഞ്ഞുങ്ങളെ ക്രൂരപ്രവൃത്തി ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഗെയിമുകളാണ്. അതായത് കൊലപാതകവും ഗുണ്ടകൾ വെട്ടുന്നതും കുത്തുന്നതും കൊലപാതകവും അങ്ങനെയുള്ള ചില ഗെയിമുകളാണ്. പേര് നമുക്കറിയില്ല. ആത്മഹത്യ പ്രേരിപ്പിക്കുന്ന ചില ആത്മഹത്യാ ഗെയിമുകൾ നമുക്കറിയാം. എത്രയോ കേരളത്തിൽ എത്രയോ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. കുട്ടികൾ പോട്ടെ, മുതിർന്നവർ ചെയ്തിട്ടില്ലേ? മുതിർന്നവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ. സ്മാർട്ട് ഫോൺ 24 മണിക്കൂറും സ്മാർട്ട് ഫോൺ നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ അവയവങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, കണ്ണിനൊരു പ്രശ്നം ഉണ്ടാകാം. പിന്നെ ഈ പറയുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. മാത്രമല്ല കുറേ വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു ENT ഡോക്ടർമാരുടെ സെമിനാറിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവിടുത്തെ ചില ഡോക്ടർമാർ വെളിപ്പെടുത്തി. അവർ പറയുന്നത് കുറച്ച് വർഷം കൊണ്ട് കഴിയുമ്പോൾ ചെവിയാക്കാൻ പാടാത്ത ഒരു വലിയ തലമുറയുടെ വരുന്നത്. കാരണം ഇവരെല്ലാം ചെവിയിൽ ഇയർഫോൺ കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ പിള്ളേർ, ഈ കൊച്ചുങ്ങളും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ പ്രായത്തിലേ തന്നെ ഇവർ മണിക്കൂറുകളോളം ഇയർഫോൺ ചെവിയിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഒരു 10-20 ദിവസം ആകുമ്പോൾ തന്നെ ആരുടെ വരെ കഴിവുശക്തി കുറഞ്ഞു പോകുന്നതാണ്. അതുപോലെ ഈ ഇയർഫോൺ എന്ന് പറയുമ്പോൾ റേഡിയേഷനും ഉണ്ട്. ഈ ഇയർഫോൺ തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള റേഡിയേഷൻ, പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ചെവിയുടെ കേൾവി ശക്തിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ അഡിക്ഷൻ, ഈ ഭക്ഷണം കഴിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും എന്തിന് കുളിക്കുമ്പോൾ പോലും ഈ മൊബൈലുമായിട്ട് ടോയ്ലറ്റിൽ കയറി പോകുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇതിൻ്റെ
ഏറ്റവും വലിയ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഫോണൊന്ന് വാങ്ങി. അവർ വയലന്റ് ആവും, അവർ വല്ലാതെ വയലന്റ് ആവും. എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ വാങ്ങി വെച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ എത്രത്തോളം ഉണ്ട്. അപ്പം ശരിക്കും നമ്മുടെ ഒരു തലമുറ മാങ്ങ എറിഞ്ഞും പറങ്കേണ്ടി വെറുക്കിയും കണ്ടെത്തി കളിച്ച് നടക്കേണ്ട ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മോശം കാര്യങ്ങളല്ലേ, നമ്മളൊക്കെ ചെയ്ത കാര്യങ്ങൾ. അത് പുതിയ തലമുറ ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താണ് ന്യായമെന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ടാവും. ചോദിക്കാമെന്ന് ഞങ്ങൾ ജെൻസിയാണ്, നീയൊക്കെ മറ്റേ അമ്മമാരെ തലമുറപ്പെട്ടവരാണെന്ന് പറയുന്ന ഉള്ളത്. പക്ഷേ ആ ഒരു മാറ്റം, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റം, ഈ ഇന്ററാക്ഷൻസ്, നമ്മൾക്ക് ചെയ്യപ്പെടുന്ന വ്യായാമങ്ങൾ, കായിക പരിശീലനങ്ങൾ, പന്ത് കളി, ക്രിക്കറ്റ് കളി, അതുപോലെ ബുദ്ധിപരമായ ചെസ് കളി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ തലമുറ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് എല്ലാവരും നല്ല ബന്ധമാണ്, ആളുകൾ നമുക്ക് വ്യക്തിബന്ധപ്പെട്ടു. ഇവർ വ്യക്തിബന്ധങ്ങളേ ഇല്ല. കാരണം ഇവരാരും ഈ കയ്യിലിരിക്കുന്ന ഈ ഡിവൈസിൽ നിന്ന് തല ഉയർത്തി നോക്കുന്നില്ല. മാത്രമല്ല വേറൊരു രസം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ തലമുറയിലെ പല കുട്ടികളും ഫോൺ എടുക്കാറില്ല. നമ്മുടെ ആവശ്യം വിളിച്ചപ്പോൾ എല്ലാവരും എന്നിട്ട് പകരം മെസ്സേജ് അയക്കാൻ പറയും. അപ്പം നമുക്കൊരു കാര്യം മെസ്സേജ് അയക്കുന്നതിന് അതിൻ്റെ പരിമിതിയുണ്ട്. പെട്ടെന്ന് അത്യാവശ്യം ഒരു കാര്യം വിളിച്ച് പറഞ്ഞാൽ ഇവർ ഫോൺ എടുക്കില്ല. അതിന്റെ ആവശ്യമില്ലെന്നാണ് അവരുടെ അഭിപ്രായം. അല്ല, ഓൺലി ടെക്സ്റ്റ് എന്ന് മാത്രം ചിലർ ഈ വാട്സപ്പ് പ്രൊഫൈൽ ഇട്ടിരിക്കുന്നതാണ്. പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനായിട്ട് ഇട്ടിരിക്കുന്ന ഞാൻ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി കോൾസ്, ഓൺലി ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം. കാരണം അവർക്ക് ഇതിനു പോലുമുള്ള സമയം തികയുന്നില്ല എന്നുള്ളതാണ്. ഈ ഇൻ്റർനെറ്റ് എന്ന് പറയാൻ നമുക്കറിയാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ നമുക്കറിയാം, ഈ എല്ലാ അക്ഷയഖനികളാണ്. അതിനകത്ത് തെറ്റുണ്ടാവാം, ശരിയുണ്ടാവാം, നല്ല കാര്യങ്ങളുണ്ടാവാം. തെറ്റും ശരിയും ഒക്കെ രണ്ടാമത്തെ വിഷയം. തിരിച്ചറിവിനുള്ള പ്രായമാവുന്നതിന് മുമ്പേ തന്നെ ഇതിലേക്ക് പോവുകയാണ്. ഇപ്പം പോകുന്ന ഈ ആൾക്കാർ ഈ ഫോൺ എടുത്ത് വെച്ച് ഒരു മിനിറ്റ്, ഇപ്പം എൻ്റെ മകളുണ്ട്, 1 മിനിറ്റ് കിട്ടിയാൽ ഫോൺ എടുക്കും. നമ്മൾ അപ്പോഴേ പിടിച്ചും മാറ്റും, പാസ്വേഡ് എടുത്തിടും, പാസ്വേഡ് മാറ്റിയിടും. ഏതായാലും ഇവർ പമ്മി നിന്ന് നോക്കി കണ്ടുപിടിച്ച് ഇതെടുക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ അതിനൊരു റെസ്ട്രിക്ഷൻ വെക്കുക. ഫോൺ പൂർണ്ണമായും കുഞ്ഞുങ്ങൾ ഉപയോഗിക്കരുതെന്നല്ല നമ്മൾ പറയുന്നത്, ആ ഉപയോഗത്തിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കുക. അപ്പം ഈ 2 നിയമസഭകളിൽ ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവും കർണാടകത്തിൽ സിദ്ധാരാമയ്യയും പ്രഖ്യാപിച്ച ആ ഒരു സംഭവം, കുഞ്ഞുങ്ങളിലെ ഫോൺ ഉപയോഗം കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം എങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ്. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ വീട്ടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് എങ്ങനെ സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് പ്രശ്നം. അതായത് അല്ലെങ്കിൽ എല്ലാവരെയും സർക്കാരിന്റെ കഴുകൻ കണ്ണുകൾക്കുള്ളിലാണ്, ചാര കണ്ണുകൾക്കുള്ളിലാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനം ആയതുകൊണ്ട് നടക്കുകയില്ല. പിന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് കൗൺസിലിംഗ് ആയിരിക്കും, മാതാപിതാക്കൾക്കുള്ള കൗൺസിലിംഗ്, ഇതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കുള്ള കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ അതും കൗൺസിലിംഗ് കൊണ്ട് എത്ര പേര് ഫോൺ താത്തും. അല്ല, മാത്രമല്ല ഇതിൽ സംഭവിക്കുന്ന വേറെ വലിയ ദുരന്തം എന്താണെന്ന് അറിയാമോ? ഈ തലമുറ, ഈ പിള്ളേരാരും തന്നെ ഒരൊറ്റ പുസ്തകം വായിക്കില്ല, പത്രം വായിക്കില്ല, മാഗസിൻ വായിക്കില്ല, ഒന്നും വായിക്കില്ല. നമ്മുടെ തലമുറ വായിച്ചു വളർന്നൊരു തലമുറ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇവർ വായിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാം, മാധ്യമരംഗത്താണെങ്കിൽ ഏത് രംഗത്തായാലും നമ്മൾ ടെലിവിഷൻ ചാനലിലൊക്കെ വന്ന് പല പുതിയ തലമുറപ്പെട്ട കുട്ടികൾ അബദ്ധം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ നോക്കുകയാണ്, ഇവർ പെട്ടെന്ന് വിക്കിപീഡിയ എടുത്തു, ജെമിനി എടുത്തു. അതില് ഈ നമുക്കറിയാം ജെമിനിയുടെ സഹായം നമ്മളും തേടുന്ന ആൾക്കാർ. അതെ, അതിനകത്ത് എതും വേണ്ടി ഫാക്ച്വൽ എറേഴ്സും അല്ലാത്ത തെറ്റുകളും വരുന്നുണ്ട്, പലതരത്തിലുള്ള തെറ്റുകൾ വരുന്നുണ്ട്. നമ്മളപ്പോൾ നമുക്കത് റെഫർ ചെയ്യാൻ ബുക്കുകൾ മാത്രമാണ് നമുക്ക് ശരിക്കും. ഇപ്പം ഗൂഗിളിൽ എല്ലാം കിട്ടും, 90% കിട്ടും. പക്ഷെ നമുക്ക് എങ്ങനെ നമുക്കറിയാവുന്ന ഒരു കാര്യം, അല്ലെ നമുക്ക് നല്ല ജ്ഞാനമുള്ള കാര്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് തെറ്റായ ഒരു വിവരണമാണ്. ഈ ഗൂഗിളിനെ വിശ്വസിച്ച് വാർത്ത കൊടുക്കാൻ നമ്മൾ പോയാൽ വിക്കിപീഡിയ നോക്കി വാർത്ത കൊടുത്ത് എത്രയോ ചാനലുകളുടെ അബദ്ധങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ട്. വിക്കിപീഡിയയ്ക്ക് ഒരു കുഴപ്പമുള്ളത് എന്താ, സെൽഫ് എഡിറ്റഡ് ആണ്, ആർക്കും ഇടയിൽ എഡിറ്റ് ചെയ്യാം. വിശാഖന്റെ പേജിൽ കയറി എനിക്ക് തിരുത്തി വിശാഖന്റെ മോശക്കാരനാണെന്ന് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓരോ സമൂഹത്തിലെ മഹത് വ്യക്തികളുടെ ഒക്കെ വിക്കിപീഡിയ പേജിൽ കയറിയിട്ട് ആർക്കും ഇടയിൽ എഡിറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഇവനൊരു തെമ്മാടിയാണ്, അല്ലെ ചെറ്റയാണെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ മുമ്പൊരിക്കൽ അന്തരിച്ച നമ്മുടെ പേര് പറയുന്നില്ല, മഹാനായ ഒരു കവി മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ എൻ്റെ ഒരു സഹപ്രവർത്തനം കാണിച്ചു ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകളുടെ മുഴുവൻ പേര് പച്ചത്തറിയാണ് എഴുതി വെച്ചിരിക്കുന്ന ആരോ, പേര് മാറ്റിയിട്ട് ഏതോ സൈബർ മനോരോഗികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇന്റർനെറ്റിനെയും ഗൂഗിളിനെയും ജെമിനിയെയും ഒക്കെ ആധികാരികമായി എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ്. അതെന്താണ്? അപ്പം നമുക്കത് തിരുത്താനൊരു മാർഗം നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക എന്നുള്ളത്. അതെ, ആ അറിവല്ലേ സംശയം ഉണ്ടായിരിക്കുകയാണ്, അല്ലെ അപ്പോൾ അടുത്തുള്ള നമ്മളുമായിട്ട് പരിചയമുള്ള വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കി. അതൊക്കെ ഈ ഒരു തലമുറയോടെ നമ്മൾ ഇല്ലാതാവും. പക്ഷെ എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഈ ഇങ്ങനൊരു 2 സർക്കാരുകൾ, ആന്ധ്ര സർക്കാരും കർണാടക സർക്കാരും
തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ഒരു പരിധി വരെ നല്ലതാണ്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ വിജയം ഇരിക്കുക. കേരളത്തിനടക്കം ഇന്ത്യക്കടക്കം മാതൃകയാക്കാവുന്ന ഒരു വലിയ തീരുമാനമാണ്. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വേണ്ട പോലെ ശ്രദ്ധ കൊടുത്തിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഈ വിഷയം വളരെ ഗൗരവകരമായിട്ട് എടുക്കേണ്ടതാണ്. നമ്മുടെ ഭാവി തലമുറയുടെ എന്താണ് അവരുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്കാണ് ഇതിലൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും.